ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ടെന്ന ആരോപണത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തിയ പരിശോധനയിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം 215 ഇരട്ട വോട്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10,000-ലധികം ആളുകൾക്ക് 2 സംസ്ഥാനത്തും വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആ സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടമ്പേലി വാർഡിലാണ് വ്യാജ വോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ ഒരു വീട് ഞങ്ങൾ നോക്കിയപ്പോൾ ആ വീട് പൂട്ടിയിട്ടിട്ട് അയാൾ UK അയാളുടെ പിള്ളേരുടെ കൂടെ ആ അഡ്രസ്സിൽ ഏതാണ്ട് 35ഓളം വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. അതും ചേർത്തേക്കുന്ന ആളുകളുടെ വോട്ടുകൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും അന്യസംസ്ഥാന ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടുകൾ. അതോടൊപ്പം തന്നെ ഡോർ നമ്പർ 2093 ഉണ്ട്, 2253 ഉണ്ട്. അപ്പോൾ 2253 എന്ന വീട് ഞങ്ങൾ അന്വേഷിച്ചിരുന്നിട്ട് നാളിതുവരെ ആ വീട് കണ്ട് കിട്ടിയിട്ടില്ല. 51 ഏതാണ്ട് 85ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇത് കോർപ്പറേഷൻ പട്ടികയിലാണ്. ലോക്സഭാ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പട്ടിക വേറെയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന കരട് വോട്ടർ പട്ടികയിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഇറക്കിയ പുതിയ ജിയോ പ്രകാരം അത് ഈ പരാതി നൽകാനുള്ള പരിധി കഴിഞ്ഞാലും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് KC ശോഭിത ആരോപിക്കുന്നത്. അതായത് ഒരു വീട്ടിൽ കോർപ്പറേഷൻ 62-ാം വാർഡിൽ ഒരു വീട്ടിൽ തന്നെ 70 വോട്ടുകൾ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ബേപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 1350 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് വീട്ടു നമ്പർ 0 രേഖപ്പെടുത്തിയ 9 വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അധികാരികളുടെയും CPM-ൻ്റെയും അറിവോടുകൂടിയാണ് ഈ തരത്തിൽ വ്യാപകമായ വോട്ട് ക്രമക്കേട് നടത്തുകയും അങ്ങനെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള തന്ത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതാണ് KC ശോഭിത ആരോപിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വ്യാപകമായ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ കൃത്യമായി അവതരിപ്പിച്ച് ഈ ക്രമക്കേട് തടയാൻ നിയമപരമായ നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ KC ശോഭിതയും ജില്ലയിലെ തന്നെയും ഉള്ള കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത്.